In the previous class, we studied one story of Hare and the Tortoise. Today we are continuing that lesson. All of you take your moral science textbook, lesson 9, traffic sense. Take page number 29, second paragraph. He arrogantly jumps a red signal. The traffic cop stops him and gives him a challan. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഹെയർ താമസിച്ചാണ് എത്തിയത്. ടോർട്ടിസ് 45 മിനിറ്റ്സിന് നേരത്തെ തന്നെ റേസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ആര് പറഞ്ഞിട്ടാണ് റേസ് സ്റ്റാർട്ട് ചെയ്തത്? റെഫറി. അപ്പോൾ അത് ടോർട്ടിസ് റേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഹെയർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഹറി ബറിയാണ്. അവൻ എന്ത് ചെയ്തു? ഹി അരഗന്റ്ലി ജംപ്സ് എ റെഡ് സിഗ്നൽ. അവൻ പെട്ടെന്ന് വന്ന് ടു വീലർ സ്റ്റാർട്ട് ചെയ്തു. ഒരു ട്രാഫിക് സെൻസും ഇല്ലാതെയാണ് അവൻ പിന്നീട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അവൻ എന്താ ചെയ്തത്? ഹി ജംപ്സ് എ റെഡ് സിഗ്നൽ. റെഡ് സിഗ്നൽ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ വണ്ടി നിർത്തിയിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവൻ റെഡ് സിഗ്നൽ ഒന്നും ശ്രദ്ധിച്ചതേയില്ല. അവൻ അവിടുന്ന് ജമ്പ് ചെയ്തു. ദ ട്രാഫിക് കോപ്പ് മീൻസ് പോലീസ്. ട്രാഫിക് പോലീസ് എന്ത് ചെയ്തു? സ്റ്റോപ്സ് ഹിം ആൻഡ് ഗീവ്സ് ഹിം എ ചലാൻ. നമ്മൾ ട്രാഫിക് റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ട്രാഫിക് പോലീസ് വന്നിട്ട് നമുക്കൊരു ചെല്ലാൻ തരും, അതായത് ഫൈനാണ്. അതിനകത്ത് എത്ര രൂപയാണ് ഫൈൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഒരു കൃത്യസമയത്തിനുള്ളിൽ അത് പേ ചെയ്യണം. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളുടെ വെഹിക്കിൾ അവർ എടുത്തുകൊണ്ടു പോകും. ദ കോപ്പ് ആസ്ക് ഹിം ടു പ്രൊഡ്യൂസ് ഹിസ് ഡ്രൈവിംഗ് ലൈസൻസ് ബട്ട് ദ ഹെയർ ഡസൻറ്റ് ഹാവ് വൺ. അപ്പോൾ ട്രാഫിക് റൂൾസ് തെറ്റിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്നൊക്കെ പോലീസ് ചെക്ക് ചെയ്യും. അതുപോലെ ഈ കോപ്പ് എന്ത് ചെയ്തു? അദ്ദേഹം ചോദിച്ചു, ഹെയറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചു. ബട്ട് ദ ഹെയർ ഡസൻറ്റ് ഹാവ് വൺ. അത് അവൻ എടുത്തിട്ടില്ലായിരുന്നു. ഹി ഹാസ് ടു പേ ഫൈൻ ഓഫ് 300 rupees. അവൻ എത്ര രൂപയാണ് ഫൈൻ അടിച്ചത്? 300 rupees. ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് മണി ടു പേ ദ ഫൈൻ. അപ്പോൾ അവൻ്റെ കയ്യിൽ മണിയും ഇല്ലായിരുന്നു. കാരണം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വന്നതാണ് അവൻ. വണ്ടിക്ക് അവൻ്റെ വെഹിക്കിളിന് ആവശ്യമായ ഒരു ഡോക്യുമെൻറ്റ്സും എടുത്തിട്ടില്ലായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, പിന്നെന്താണ്, അവൻ്റെ കയ്യിൽ മണിയില്ല, ഒന്നുമില്ലാതെ ഓടിപ്പാഞ്ഞിങ്ങ് വന്നതാണ് അല്ലേ? അപ്പോൾ 300 rupees അപ്പോൾ പേ ചെയ്താലേ അവന് ആ വണ്ടി വിട്ടുകൊടുക്കുകയുള്ളൂ. പക്ഷേ അവൻ്റെ കയ്യിൽ പണം ഇല്ലായിരുന്നു. ദ കോപ്പ് ആസ്ക് ഹിം ടു സറണ്ടർ ദ ബൈക്ക്. അവൻ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റി വയ്ക്കാൻ പറയും. ഇപ്പോൾ വണ്ടി എടുക്കാൻ പറ്റില്ല, അതായത് ഫൈൻ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വെഹിക്കിൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു? ഹെയറിൻ്റെ ബൈക്ക് സറണ്ടർ ചെയ്തു. ആൻഡ് കളക്ട് ഇറ്റ് ലേറ്റർ ആഫ്റ്റർ പേയിങ് ദ ഫൈൻ. അപ്പോൾ ഫൈൻ അടച്ചതിന് ശേഷം വന്നെടുത്തുകൊണ്ട് പോയിക്കൊള്ളാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദ ഹെയർ ട്രൈസ് ടു കൺവിൻസ് ദ കോപ്പ് ടു അലൗ ഹിം ടു ഗോ ബട്ട് ദ കോപ്പ് ഹാസ് ടു ഡു ഹിസ് ഡ്യൂട്ടി. അപ്പോൾ ഹെയർ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു റേസിൽ പങ്കെടുക്കുകയാണ്, ഞാൻ പെട്ടെന്ന് പുറപ്പെട്ടത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല, തീർച്ചയായിട്ടും പിന്നെ വന്ന് അടച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. കാരണം അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ദെൻ എ ഫ്രണ്ട് ഹു ഈസ് പാസിംഗ് ബൈ സ്റ്റോപ്സ് ടു സേ ഹലോ ടു ദ ഹെയർ ആൻഡ് വെൻ ഹി കംസ് ടു നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹി എഗ്രീസ് ടു ലെൻഡ് ദ ഹെയർ മണി ടു പേ ദ ഫൈൻ. അപ്പോൾ പെട്ടെന്ന് അതുവഴി ഹെയറിൻ്റെ ഒരു ഫ്രണ്ട് പാസ് ചെയ്ത് പോയി. അവൻ ഹെയറിനെ നോക്കി ഒരു ഹലോ പറഞ്ഞു. അപ്പോഴാണ് ഹെയർ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ്, എനിക്ക് ഫൈൻ അടയ്ക്കണം, 300 rupees വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫ്രണ്ട് അവന് മണി ലെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കടം കൊടുക്കാമെന്ന് എഗ്രി ചെയ്തു. ദ ഹെയർ ലോസസ് 1 hour ഇൻ ദ പ്രോസസ് ആൻഡ് ഹി റെസ്യൂംസ് ദ റേസ് ഡ്രൈവിംഗ് ഫാസ്റ്റ്. അപ്പോൾ ഓൾറെഡി അവനപ്പോൾ തന്നെ 1 hour അവന് മിസ്സായി. അതുകൊണ്ട് തന്നെ അവൻ ഒന്നുകൂടെ സ്പീഡിൽ അവൻ വീണ്ടും ആ റേസ് ആരംഭിച്ചു അല്ലേ? ആൻഡ് ഹി റെസ്യൂംസ് ദ റേസ് ഡ്രൈവിംഗ് ഫാസ്റ്റ്. ഭയങ്കര സ്പീഡിൽ അവൻ വീണ്ടും വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങി. ദ ടോർട്ടീസ് ഓൺ ദി അതർ ഹാൻഡ് ഡ്രൈവ്സ് കെയർഫുള്ളി വിതിൻ സ്പീഡ് ലിമിറ്റ്സ്. അപ്പോൾ കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ടോർട്ടിസ് എന്തൊക്കെ ട്രാഫിക് റൂൾസ് ആണ് ഒബേ ചെയ്ത, എത്ര ട്രാഫിക് സെൻസിലാണ് ടോർട്ടിസ് വണ്ടി ഓടിക്കുന്നതെന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫ്. ഹി കെയർഫുള്ളി ഡ്രൈവ്സ് വിതിൻ സ്പീഡ് ലിമിറ്റ്സ്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡ് ലിമിറ്റിലെ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടോർട്ടിസ് കറക്റ്റ് സ്പീഡിലാണ് അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്.
ഹി കോൺഷ്യസ്ലി ഫോളോസ് ഓൾ ദ ട്രാഫിക് റൂൾസ്. എല്ലാ ട്രാഫിക് റൂൾസും അവൻ ബോധപൂർവം തന്നെ, അതായത് ഭയങ്കര കെയറായിട്ട് തന്നെ എല്ലാ ട്രാഫിക് റൂൾസും അവൻ പാലിച്ചുകൊണ്ടാണ് ആ വണ്ടി ഓടിച്ചത്. ഹി ഡ്രൈവ്സ് ഇൻ ദ സെക്കൻഡ് ലൈൻ. ഇപ്പം 2 വീലേഴ്സിന് പോകാനായിട്ട് ഒരു പ്രത്യേക ലൈനുണ്ട്. അപ്പം അവൻ അത് സെക്കൻഡ് ലൈനാണ് 2 വീലേഴ്സിന്. ആ സെക്കൻഡ് ലൈനിലൂടെയാണ് ടോർട്ടീസ് വണ്ടി ഓടിച്ചത്, വിച്ച് ഇസ് മെയിൻ ഫോർ 2 വീലേഴ്സ്. ഹി സ്റ്റോപ്സ് അറ്റ് സിഗ്നൽസ്. നമ്മൾ ഫ്രണ്ടിലൂടെ പോകുന്ന വഴിക്ക് സൈഡിലോ ഫ്രണ്ടിലോ ഒക്കെ ആയിട്ട് സിഗ്നൽസ് കാണും. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ. അപ്പം നമ്മൾ ഭയങ്കര സ്പീഡിലാണ് അല്ലെങ്കിൽ ഭയങ്കര ഹറിബറിയായിട്ട് പോകുമ്പോഴേ ഈ സിഗ്നൽസ് ഒന്നും നമ്മൾ കാണാതെ പോകും. അങ്ങനെ വരുമ്പോഴാണ് ട്രാഫിക് പോലീസ് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ടോർട്ടീസ് കറക്റ്റായിട്ട് സിഗ്നൽസൊക്കെ ശ്രദ്ധിച്ചു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓവർടേക്സ് ഫ്രം ദ റൈറ്റ് സൈഡ്, അല്ലേ? നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുടെ മുമ്പിലുള്ള വണ്ടികളെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഏത് സൈഡിൽ കൂടെ വേണം? റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അവൻ കറക്റ്റായിട്ട് മുമ്പേ പോകുന്ന വണ്ടിയുടെ റൈറ്റ് സൈഡിൽ കൂടെ അവൻ ഓവർടേക്ക് ചെയ്തു. മേക്സ് ഹാൻഡ് ജസ്റ്റർ വൈൽ ടേക്കിംഗ് ടേൺസ്. വളവ് തിരിയുമ്പോൾ കറക്റ്റായിട്ട് കൈ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? പക്ഷെ ഇപ്പം അതൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ എന്താണ്, സിഗ്നൽസ് ഉണ്ട്. ഹാൻഡ് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്കവാറും നമ്മുടെ സിഗ്നൽസ്, വണ്ടിയിൽ സിഗ്നൽസാണ് യൂസ് ചെയ്യുക, അതിൻ്റെ പ്രത്യേകതരം ലൈറ്റ് ഉപയോഗിച്ച്. അപ്പോൾ ഇവിടെ ടോർട്ടീസ് മേക്സ് ഹാൻഡ് ജസ്റ്റർ വൈൽ ടേക്കിംഗ് ടേൺസ്, ബ്ലോസ് ഹോൺ അറ്റ് ബ്ലൈൻഡ് ടേൺസ്. കാണാൻ പറ്റാത്ത വളവുകളിലൊക്കെ അവൻ കൃത്യമായിട്ട് എന്താണ് ഹോൺ മുഴക്കി. അലൗസ് പെഡസ്ട്രിയൻസ് ടു വോക്ക് എക്രോസ് അറ്റ് സീബ്ര ക്രോസിംഗ്. സീബ്ര ക്രോസിങ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി സ്ലോ ചെയ്യണം. നടന്നു പോകുന്ന ആളുകൾക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീബ്ര ക്രോസിങ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. അത് പെഡസ്ട്രിയൻസിനുള്ള സ്ഥലമാണ്. അപ്പോൾ അവരില്ലെങ്കിൽ മാത്രമേ പിന്നെ വെഹിക്കിൾസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വാഹനങ്ങളവിടെ നിർത്തി കൊടുക്കണം. അവർ ക്രോസ് ചെയ്തതിന് ശേഷമേ പോകാവൂ. അപ്പോൾ ടോർട്ടീസ് ഇതൊക്കെ സൂക്ഷിച്ച് പാലിച്ചൊക്കെയാണ് പോയത്. ആൻഡ് ഡ്രൈവ്സ് ഇൻ കോർഡിനേഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ട്രാഫിക്. അപ്പം ബാക്കിയുള്ള ഒരുപാട് വണ്ടികൾ റോഡിലുണ്ട്, അവരുമായിട്ട് ഒരു കോർഡിനേഷനിൽ വേണം പോകാനായിട്ട്. അല്ലാതെ ഒരാൾ പോകുന്ന ഇടിച്ച് അതിന് മുമ്പിലോട്ട് കയറ്റി അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ഹോൺ മുഴക്കി മറ്റുള്ളവർക്കൊന്നും ശല്യമുണ്ടാകാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ടോർട്ടീസ് കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവനിതെല്ലാം ശ്രദ്ധിച്ചു, കറക്റ്റ് ട്രാഫിക് റൂൾസ് പാലിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തത്. നേരെ മറിച്ച് ഹെയറോ അവൻ താമസിച്ചു പോയി, ആകെ കൂടി ബഹളമാണ്, അല്ലേ? ഇനി അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. The hare who is speeding up knocks down a woman at a zebra crossing. ഇപ്പോൾ സീബ്ര ക്രോസിങ്ങിലൂടെ ഒരു വുമൺ ക്രോസ് ചെയ്യുകയായിരുന്നു. ഹെയർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അവനെങ്ങനെയെങ്കിലും ടോർട്ടീസിനെ തോൽപ്പിക്കണമെന്ന ചിന്തയായിരുന്നു. അതുകൊണ്ട് അവൻ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു വുമണിനെ നോക്സ് ഡൗൺ, തട്ടി താഴെ. എ ക്രൗഡ് ഗ്യാദേഴ്സ് ആൻഡ് ദേ അബ്യൂസ് ദ ഹെയർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ ആളുകളെല്ലാം ഓടി വന്നു. പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ തട്ടി താഴെ ഇടുകയാണെങ്കിൽ ആളുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും, അല്ലേ? അപ്പോൾ ഒരു വുമണിനെയാണ് അവൻ തട്ടി താഴെ ഇട്ടത്. ആളുകളെല്ലാം ഓടി വന്നിട്ട് ഹെയർ നന്നായിട്ട് കൈകാര്യം ചെയ്തു. ദ ഹെയർ ട്രൈസ് ടു അപ്പോളജൈസ്. അവൻ മാപ്പ് പറഞ്ഞു, അയ്യോ എന്നോട് ക്ഷമിക്കണേ, ഞാനിങ്ങനെ ഒരു റേസിൽ പങ്കെടുക്കാൻ എന്നെ പോകാൻ അനുവദിക്കണേ എന്നൊക്കെ അവൻ പറഞ്ഞു നോക്കി. ആൻഡ് ആഫ്റ്റർ വേസ്റ്റിംഗ് അനദർ 20 minutes ഹി ജോയിൻസ് ദ റേസ് അഗെയിൻ. അങ്ങനെ ആ ഒരു വലിയ ആൾക്കൊണ്ടത്തെ കൺവിൻസ് ചെയ്ത് അവിടുന്ന് അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് വീണ്ടും റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എത്ര മിനിറ്റ് പോയി? അവൻ്റെ 20 minutes വീണ്ടും അവന് നഷ്ടപ്പെട്ടു. The hare decides to take a right turn, which is a shortcut, in order to make up for the delay. അപ്പോൾ ഈ 20 minutes നേരത്തെ ഒരു 1 hour പോയി, അല്ലേ? അപ്പോൾ ഇതൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് അവൻ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും അവൻ റൈറ്റ് ടേൺ എടുത്തു. അവിടെ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടിലൂടെ അവന് പെട്ടെന്ന് കുറേ ദൂരം അവന് കവർ ചെയ്ത് പെട്ടെന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലായിട്ട് എത്താനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് അവൻ പെട്ടെന്ന് റൈറ്റ് ടേൺ എടുത്തു. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താണ്? ഹി സീസ് എ ബോർഡ് നോ റൈറ്റ് ടേൺ. അപ്പോൾ അവിടെ അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് നോ റൈറ്റ് ടേൺ, അതായത് അവിടുന്ന് റൈറ്റിലോട്ട് പോകാനായിട്ട് പെർമിഷൻ ഇല്ല. അത് അവൻ കണ്ടു. ബട്ട് ഹി നോസ് ഇറ്റ്. അവൻ എന്ത് ചെയ്തു? അത് അവഗണിച്ചു. അവൻ കണ്ടില്ല എന്ന് നടിച്ചു. കാരണം അവൻ ആ ഷോർട്ട് കട്ട് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ട സമയം അവന് മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് എൻറ്റേഴ്സ് ദ ലെയിൻ. അങ്ങനെ അവൻ ആ ഷോർട്ട് കട്ടിലൂടെ വന്നിട്ട് അവൻ മെയിൻ റോഡിലേക്ക് എത്തി. ആഫ്റ്റർ എ ഫ്യൂ യാർഡ്സ് എ ലോട്ട് ഓഫ് വെഹിക്കിൾസ് സ്റ്റാർട്ട് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ.
അപ്പോൾ എന്ത് പറ്റി, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോ റൈറ്റ് ആണെന്ന ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് വണ്ടികൾ കയറി വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളുമായിട്ട് ഇവർ ബ്ലോക്കാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ബോർഡ് വെച്ചത്. പക്ഷേ ഹെയർ അത് ഇഗ്നോർ ചെയ്തു. അപ്പോൾ അവർ ലൈനിലേക്ക് എത്തിയ ഉടനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വന്നു. അങ്ങനെ അത് ബ്ലോക്കായി. ദ ഹെയർ ഗെറ്റ് സ്റ്റക്ക് ഫോർ ഹാഫ് ആൻ അവർ. അവർ വീണ്ടും അരമണിക്കൂർ അവിടെ സ്റ്റക്കായി കിടന്നു. കാരണം ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ പോകാതെ അവന് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ. ഫൈനലി ഹി മാനേജസ് ടു കം ഔട്ട് ഓഫ് ദ ലൈൻ ആൻഡ് റിട്ടേൺ ടു ദ മെയിൻ റോഡ്. ആ ഒരു കണക്കിന് അവൻ അവിടെ കാത്ത് കെട്ടി നിന്ന് അവൻ്റെ കുറേ സമയവും നഷ്ടപ്പെടുത്തിയിട്ട് അവനൊരു കണക്കിൽ മെയിൻ റോഡിലേക്ക് എത്തിച്ചേർന്നു. ഹി ഡ്രൈവ്സ് ഓൺ ദ ഫസ്റ്റ് ലൈൻ വിച്ച് ഈസ് മെൻറ്റ് ഫോർ 4 വീലേഴ്സ്. അപ്പോൾ വീണ്ടും അവൻ എന്ത് ചെയ്തു, ലൈൻ തെറ്റിച്ചു അല്ലേ. 4 വീലേഴ്സിനുള്ള ഫസ്റ്റ് ലൈനിൽ 4 വീലേഴ്സിനുള്ള ലൈനിലാണ് അവൻ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഒന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല, അവൻ ആകെ കൂടെ ടെൻസ്ഡ് ആയിപ്പോയി. ഓക്കെ, ദിസ് കോസസ് ഇൻകൺവീനിയൻസ് ടു ദ ട്രാഫിക്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഫോർ 2 വീലേഴ്സ് ആൻഡ് സെക്കൻഡ് ലൈൻ ഫോർ ഫസ്റ്റ് ലൈൻ ഫോർ 4 വീലേഴ്സ് ആൻഡ് സെക്കൻഡ് ലൈൻ ഫോർ 2 വീലേഴ്സ്. അപ്പോൾ അങ്ങനെ പോകുകയാണെങ്കിൽ മാത്രമേ സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് വണ്ടികൾക്ക് സാധിക്കൂ. പക്ഷേ ഇവിടെ ഹെയർ അത് തെറ്റിച്ചു. അവൻ ഏത് ലൈനിൽ കൂടെ പോയി, 4 വീലേഴ്സിൻ്റെ ഫസ്റ്റ് ലൈനിൽ കയറി. അപ്പോൾ ആകെ കൂടെ ഇൻകൺവീനിയൻസ് ആയി, ബാക്കി വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഹി ദെൻ ഓവർടേക്സ് എ കാർ ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. നേരത്തെ പറഞ്ഞു നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വെഹിക്കിളിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ വേണം ഓവർടേക്ക് ചെയ്യാൻ. ഇവൻ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിൽ സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് ഹെയർ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്തു. ആൻഡ് ഗെറ്റ്സ് ഹിറ്റ് ബൈ ദ കാർ. അപ്പോൾ ആ സൈഡിൽ കൂടെ പോയപ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്തു, ഒരു കാറിൽ ഇടിച്ചു. ഹി ഫോൾസ് ഡൗൺ ആൻഡ് ഗെറ്റ്സ് ഹേർട്ട്. അവൻ ഇടിച്ച് താഴെ വീണ് അവൻ്റെ ശരീരം ആകെ മുറിഞ്ഞു. Okay, he falls down and gets hurt. A lot of petrol leaks from the overturned bike. അപ്പോൾ ആ കാറിൽ ഇടിച്ചിട്ട് അവൻ്റെ 2 വീലർ മറിഞ്ഞു വീണു. ആ മറിഞ്ഞു വീണ ബൈക്കിൽ നിന്ന് ഒരുപാട് പെട്രോള് ലീക്ക് ഔട്ടായി. He picks himself up. അവൻ തനിയെ ചാടി എഴുന്നേറ്റു and starts driving again. വീണ്ടും അവൻ വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങി. After driving 2 kilometers, the hare's bike runs out of petrol. നേരത്തെ പറഞ്ഞില്ലേ, മറിഞ്ഞു വീണ ബൈക്കിൽ നിന്ന് കുറേ പെട്രോള് ഒഴുകിപ്പോയി. അപ്പോൾ ഒരു 2 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും ഹിസ് ബൈക്ക് റൺസ് ഔട്ട് ഓഫ് പെട്രോൾ തീർന്നു. ഓക്കെ, ദ നിയറസ്റ്റ് ഫില്ലിംഗ് സ്റ്റേഷൻ ഈസ് 2 kilometers away. അപ്പോൾ ഇനി അടുത്ത ഫില്ലിംഗ് സ്റ്റേഷൻ മീൻസ് പെട്രോൾ പമ്പ് അവൻ്റെ ബൈക്ക് നിന്നെടുത്തുനിന്ന് 2 kilometer ദൂരെയാണ്. ഹി ടോസ് ദ ബൈക്ക് ടു ദ ഫില്ലിംഗ് സ്റ്റേഷൻ. അവൻ എന്ത് ചെയ്തു, ബൈക്കും വലിച്ച് അവനായ 2 കിലോമീറ്റർ ബൈക്കും വലിച്ച് പോകേണ്ടി വന്നു. ഹി ഫീൽസ് വെരി ടയർഡ് ആൻഡ് ഹംഗ്രി. ഒരു വണ്ടി വലിച്ചുകൊണ്ട് 2 കിലോമീറ്റർ പോകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വല്ലാതെ ടയേർഡായി, മാത്രമല്ല അവന് നന്നായിട്ട് വിശക്കാനും തുടങ്ങി. ഹി സ്റ്റോപ്സ് അറ്റ് എ ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് ടു ഈറ്റ്. അവൻ എന്ത് ചെയ്തു, വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അവൻ അടുത്ത് കണ്ട ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ കയറി അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഹി വേസ്റ്റ് അനദർ 1.5 hour. വീണ്ടും ഈ പെട്രോൾ അടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് 1.5 മണിക്കൂർ അവൻ വീണ്ടും നഷ്ടപ്പെടുത്തി. Now the tortoise is just half a kilometer from the finishing point. അപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ടോർട്ടസ് എവിടെ എത്തി, 1/2 കിലോമീറ്റർ അടുത്തെത്തി. 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ ടോർട്ടസ് ഫിനിഷിംഗ് പോയിന്റിലെത്തി. ആഫ്റ്റർ ഫില്ലിംഗ് പെട്രോൾ ആൻഡ് ഈറ്റിംഗ് ദ ഹെയർ സ്പീഡ്സ് അപ്പ് എഗെയിൻ. പെട്രോൾ അടിച്ച് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഹെയർ വീണ്ടും ഡ്രൈവിംഗ് തുടങ്ങി. പക്ഷേ പഴയതുപോലെ തന്നെ അവൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇഗ്നോറിങ് ദ സ്പീഡ് ബ്രേക്കേഴ്സ്. സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട്, അതായത് ചില സ്ഥലത്ത് ഇപ്പോൾ സ്കൂൾ സോണൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജംഗ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്പീഡ് ബ്രേക്കേഴ്സിൻ്റെ ആ സിഗ്നൽ എല്ലാം അവൻ ഇഗ്നോർ ചെയ്തു. ഹിസ് ബൈക്ക് ബൗൺസസ് ഓഫ് വൺ ഓഫ് ദ സ്പീഡ് ബ്രേക്കേഴ്സ് ആൻഡ് ഹി ലോസസ് കൺട്രോൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ റോഡൊക്കെ കുറച്ച് ഉയർത്തി കെട്ടി വയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ വന്നാലും നമ്മളിങ്ങനെ ബൗൺസ് ചെയ്യും. നിങ്ങൾ ബോൾ താഴെ ഇടുമ്പോൾ ചാടി മുകളിലേക്ക് വരത്തില്ല, അതുപോലെ അവൻ്റെ ബൈക്ക് ബൗൺസ് ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി, ബൗൺസസ് ഓഫ് വൺ ഓഫ് ദി സ്പീഡ് ബ്രേക്കേഴ്സ് ആൻഡ് ഹി ലോസസ് കൺട്രോൾ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ചെയ്യുന്നതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. പെട്ടെന്ന് നമ്മളിങ്ങനെ ബൗൺസ് ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം പിടിവിട്ടും. Luckily, the bike lands on a heap of sand by the roadside.
അങ്ങനെ ബൈക്ക് ബൗൺസ് ചെയ്തു. അവൻ അതിൽ നിന്ന് തെറിച്ച് പോയിട്ട് ഭാഗ്യത്തിന് റോഡിൻ്റെ സൈഡിലുള്ള ഒരു മൺകൂനയിൽ, ഹീപ്പ് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞാൽ മൺകൂനയിലാണ് അവൻ ചെന്ന് വീണത്. നേരെ മറിച്ച് വല്ല പാർക്കല്ലിൽ വന്ന് ചെന്ന് വീണിരുന്നെങ്കിൽ അവൻ്റെ ശരീരം തവിട് പൊടിയായിപ്പോയില്ല അല്ലേ. ഓക്കെ, ദ ഹെയർ ഗെറ്റ്സ് ഇൻജേർഡ് ആൻഡ് ദ ബൈക്ക് ടു ഇസ് എ മെസ്. അങ്ങനെ അവൻ്റെ ബോഡിയും ഇൻജേർഡായി, അവൻ്റെ ബൈക്കും ആയ കൂടെ നാശമായി. ഹി സ്ലോലി ഗെറ്റ്സ് അപ്പ് ആൻഡ് സ്റ്റാർട്ട്സ്. ഒരു കണക്കിന് വീണ്ടും അവൻ ഒടിഞ്ഞു തൂങ്ങിയ ബൈക്കൊക്കെ വീണ്ടും എടുത്തിട്ട് പിന്നെയും ഫിനിഷിംഗ് പോയിന്റിൽ എത്തണ്ടേ, അവൻ ഒരു കണക്കിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അറ്റ് ദിസ് പോയിന്റ് ദ ടോർട്ടോയ്സ് ഹാസ് റീച്ച്ഡ് ദ ഫിനിഷിംഗ് പോയിന്റ് ആൻഡ് ഹീ ഈസ് ഡിക്ലെയർഡ് ദ വിന്നർ. അപ്പോൾ അവന് ടോർട്ടോയ്സിന് 1/2 കിലോമീറ്റർ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഹെയറിന് ഈ കഷ്ടപ്പാടുകളെല്ലാം നടക്കുന്ന സമയത്ത് ടോർട്ടോയ്സ് ഫിനിഷിംഗ് പോയിന്റിലെത്തി ആൻഡ് അവനെന്തായി, വിന്നറായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഹീ ഈസ് ചിയേർഡ് ആൻഡ് ഗ്രീറ്റഡ് ബൈ ഓൾ ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓടി വന്ന് സന്തോഷത്താലും അവനെ സന്തോഷം കൊണ്ട് പൊതിഞ്ഞു, അവന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ കറക്റ്റ് സമയത്ത് റേസ് സ്റ്റാർട്ട് ചെയ്ത ടോർട്ടോയ്സ് വിന്നറായി അല്ലേ. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് മടി പിടിച്ച് കിടന്നുറങ്ങിയ ഹെയർ താമസിച്ച് സ്റ്റാർട്ട് ചെയ്തു. അവന് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ വന്നു. ട്രാഫിക് സെൻസ് പോയി, സിഗ്നൽസ് ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവനാകെ കൂടെ കഷ്ടതയിലായി, അവൻ്റെ ബോഡി ഇൻജേർഡായി, അവൻ്റെ 2 വീലർ നശിച്ചു പോയി. അവന് ജയിക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, വാട്ട് ഇസ് ദ മോറൽ ഫ്രം ദിസ് സ്റ്റോറി? ഫോളോ ട്രാഫിക് റൂൾസ്, ഡ്രൈവ് കെയർഫുള്ളി. നമ്മുടെ കയ്യിൽ ബൈക്കുണ്ട് അല്ലെങ്കിൽ കാറുണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കറക്റ്റ് സമയത്ത് എത്താം എന്ന് വിചാരിച്ച് നമ്മൾ മടി പിടിച്ച് എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു, അത്രയും നമ്മൾ റോഡിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ മൈൻഡ് പെട്ടെന്ന് ടെൻസ്ഡ് ആവും, ഹറിബറി ആകും. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ നോർമലായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ വലുതാകുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പതുക്കെ പോയാൽ മതി എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. നടന്നായാലും വാഹനം ഓടിക്കുന്നവരായാലും കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക, കറക്റ്റ് സമയത്ത് വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാവില്ല. ഓക്കെ, that is the end of today's class. Bye.